ഹലോ ഹാഡിയേഴ്സ് അസ്സാം വലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം കേട്ടോ. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല. തീരെ വയ്യായിരുന്നു കേട്ടോ. ഇത് നമ്മൾ ഇന്നത്തെ നമ്മളെ വീട്ടിലത്തെ വിശേഷം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നുകൂടെ ഇന്ന് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് കൊച്ചിക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ നീട്ടിട്ട് നമ്മൾ ഒരു ഉപ്മാവ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. രാവിലെ കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നലെ രാത്രി എങ്ങാണ്ട് 2-3 മണിക്ക് പോയ കറണ്ട് ആയിരുന്നു. പക്ഷെ നമുക്ക് ഇൻവെർട്ടറിൻ്റെ കാരണം കൊണ്ട് കറണ്ട് പോയത് ഞാൻ അപ്പം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ലാവിഷായിട്ട് പാത്രമൊക്കെ കഴുകി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്മാവൊക്കെ ഉണ്ടാക്കി. ഉപ്മാവ് ഉണ്ടാക്കുന്നത് ഈ രീതി ഞാൻ പലവട്ടം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങളും ഒന്നും പറയുന്നില്ല കേട്ടോ. ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഉപ്മാവ് ഉണ്ടാക്കിയത്. എന്തെങ്കിലും കളർ വ്യത്യാസം ഉണ്ടായിട്ടെങ്കിലും കുട്ടികൾ ഉപ്മാവ് കഴിച്ചോട്ടെ വെച്ചിട്ടാണ്. ഞങ്ങൾക്ക് ഉപ്മാവ് കഴിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ നമ്മളെ മഞ്ഞ ഉപ്മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴാണെടാ ഒരു 9 മണിയായപ്പോൾ പൈപ്പിൽ വെള്ളം വരവാണ് നിന്നു. അപ്പോഴാണ് ഞാൻ ശരിക്കും കറണ്ട് പോയതിൻ്റെ ഒരു ഇടങ്ങേറ് മനസ്സിലാക്കിയത് കേട്ടോ. ഇവിടെ നമ്മൾ കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ അപ്പാർട്ട്മെൻ്റ് ആയ കാരണം കൊണ്ട് നമ്മൾ ഓക്കെ കറണ്ടില്ല അന്ന് വെള്ളം നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കാമെന്ന് ഞാനൊരാൾ വിചാരിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ. എല്ലാവരും വിചാരിക്കുകയും ചെയ്യത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ഒരു 9 മണിയായപ്പോൾ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ നമുക്ക് കുടിവെള്ളത്തിന് വേറെ പൈപ്പുണ്ട്. അപ്പോൾ കുടിവെള്ളത്തിൻ്റെ പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ പാത്രമൊക്കെ പഴയ രീതിയിൽ കഴുകി എടുത്ത് നമ്മൾ ഉപ്മാവും ചായയും കുടിച്ചിട്ടോ. ഉപ്മാവും ചായയും കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കിടന്നങ്ങോട്ട് ഉറങ്ങി. ഇനി കറണ്ട് വന്നിട്ട് എഴുന്നേക്കാം എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മളെ കറണ്ടൊക്കെ ഏകദേശം വന്നിട്ടുണ്ട്. കറണ്ട് വരട്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങിയിരുന്നു. കാരണം കറണ്ടില്ലാതെ അല്ലല്ലോ, വെള്ളമില്ലാതെ ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 10-11:45 കറണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇനി ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ഇന്നുമോള് വീണ്ടും കൊച്ചിയിലേക്ക് പോവുകയാണ്. അവൾക്ക് നമ്മുടെ ഒരു എക്സാം ഉണ്ട്. ഇന്നല്ല നാളെ എക്സാം ഉണ്ട്. അപ്പോൾ ആൾ ഇന്ന് വൈകുന്നേരം പോയിട്ട് ഞായറാഴ്ചത്തെ എക്സാം കഴിഞ്ഞിട്ട് തിങ്കളാഴ്ചയാണ് ആൾ വരിക കേട്ടോ. എൻ്റെ അമ്മച്ചിക്ക് എൻ്റെ ഈ മാക്സിമം കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മച്ചിക്ക് ദേഷ്യം വരും. പക്ഷെ അമ്മച്ചിയെ പേടിക്കണ്ട, ഞാൻ ഇന്നലെ പുതിയൊരു ഡ്രസ്സെല്ലാം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടാ ഈ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഡ്രസ്സൊക്കെ ഉണ്ട്. ഞാനത് ഇടാത്തതാണ്. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിച്ചു വരാനുണ്ട്, തുടക്കാനുണ്ട്, ഫ്രിഡ്ജ് വൃത്തിയാക്കാനുണ്ട്. പിന്നെ ഈ ചെടിച്ചട്ടിയിൽ കുറച്ച് മണ്ണൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാനുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ അങ്ങോട്ട് അടിച്ചതിൻ്റെ പുതിയ ഡ്രസ്സാണ്. ഇതൊക്കെ ഇട്ടിട്ട് എനിക്ക് ജോലി ചെയ്യാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം കേട്ടോ. എനിക്കെൻ്റെ ഡ്രസ്സുകളൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് നല്ല കംഫർട്ടൊക്കെ മുക്കിയിട്ട് അലമാരയിൽ ഇങ്ങനെ വെക്കണം ഇഷ്ടം. എന്നിട്ട് ഞാനിങ്ങനെ ഇതുപോലത്തെ മാക്സിയോ അല്ലെങ്കിൽ ഒരു ഉണങ്ങിയ ടീഷർട്ടോ ഒക്കെ ഇട്ട് നടക്കും. അതാണ് എനിക്കിഷ്ടമുള്ളത് അങ്ങനെയാണ്. പക്ഷേ നമ്മൾ വീഡിയോയിൽ നല്ല കളർഫുൾ ഡ്രസ്സൊക്കെ ഇടണമല്ലോ. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ജോലികളൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് നമ്മൾ ഈ ഡ്രസ്സ് ഇടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോഴേ എൻ്റെ അമ്മച്ചി ഇതിൽ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് മണ്ണൊക്കെ ഇട്ടിട്ട് തന്ന സംഭവമാണ് കേട്ടോ. ഇതിനുള്ളിൽ ഇഞ്ചികൾ കുറേ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കണം. നമുക്കിവിടെ ഈ ഇഞ്ചി വളരുന്നതാണ് അമ്മച്ചി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വെയിലുള്ള ഭാഗത്ത് കൊണ്ടുവയ്ക്കണം. പിന്നെ ഒരു വേപ്പിൻ്റെ തൈയും കൂടിയും ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മുകളിൽ കൊണ്ടുവയ്ക്കണം, കാരണം ഇവിടെ വെയിൽ കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിന് മുകളിൽ കുറച്ച് മണ്ണൊക്കെ ഇടാനുണ്ട്. കാരണം ഇത് ഇഞ്ചി ഇങ്ങനെ തെളിഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ ഇത് ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ട് വേണം ഇതിൽ മണ്ണിടാൻ കേട്ടോ. ഭയങ്കരമായിട്ടുള്ള ഷട്ടിൽ കളിയിലാണ് ഇത് നമ്മൾ താഴത്തെ റൂമിലത്തെ ഒരു പെൺകുട്ടിയാണ് കേട്ടോ. ഓനക്ക് ഈ ജോലികളൊന്നും അറിയണ്ട. ഓനിപ്പോൾ തിരിച്ച് വിളിക്കണം. നമുക്ക് ഈ വേപ്പില തൈയൊക്കെ നല്ല വെയിൽ കൊള്ളണ്ടേ. അപ്പോൾ നമ്മൾ ഈ ടെറസിൻ്റെ മുകളിൽ ഈ ഭാഗത്ത് കുറച്ച് വെയിൽ വരും കേട്ടോ. അപ്പോൾ ആ ഭാഗത്താണ് നമ്മൾ ഓൾറെഡി ഞാനൊരു വേപ്പില തൈ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ വെയിൽ വരുന്ന ഭാഗത്തേക്ക് വെള്ളം വരും, മഴവെള്ളം അടിക്കും. അതാണ് പ്രശ്നം. അപ്പോൾ അതിൽ നിറച്ച് മഴവെള്ളം നിറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഊറ്റിക്കളഞ്ഞു. ഇത് ചെറിയ വേപ്പില തൈയാണ് കേട്ടോ. ഉമ്മച്ചി തന്നിരിക്കുന്നത് വലിയ വേപ്പില തൈയാണ്. പിന്നെ ഇതിൽ നമ്മൾ കുറച്ച് ഇഞ്ചിയൊക്കെ നട്ടിട്ടുണ്ട്. അതൊക്കെ മുളച്ച് വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ ചെടിച്ചട്ടിയിൽ ബാക്കി വന്ന കുറച്ച് മണ്ണുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് വെച്ചിട്ട് ഈ ചെടിച്ചട്ടിയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല മഴയും കേട്ടോ. സായിക്കുട്ടിയും കുട്ടികളൊക്കെ കളിക്കണം. ഓ എൻ്റെ അല്ല, നമ്മളെ എന്നുമോള് പോവാനുള്ള പാക്കിങ്ങിലാണ്. കൊച്ചിയിലേക്ക് ആള് പോവുകയാണ്. കാണിച്ച മോന്തൊക്കെ കാണിച്ചാ ഓ പാവം, എന്തൊരു സങ്കടമാണ് കൊച്ചി പോണത്. ഒരു മണ്ണാങ്കട്ടി പഠിച്ചിട്ടില്ലേ, സങ്കടം ഉണ്ടാവും. എന്നാലും 2 ദിവസം എൻ്റെ മോന്ത കാണാതെ തന്നെ എനിക്കൊരു സന്തോഷം, ആനന്ദം, കുളിര് അതാലോചിക്കുമ്പോഴാണ് അല്ലേ കൊച്ചി ആകെ ഒരു ആശ്വാസം. ഓ ഏതാപ്പാ ആയം ചെയ്യല്. കൊച്ചിക്ക് പോകാൻ എന്താണ് കാർഗോക്കാണ് കൊണ്ടേക്കൊന്നാണ് കോഡ് സെറ്റ്. ഓ
ഞാൻ വാങ്ങിച്ച ഡ്രസ്സുകൾ എവിടെ? ആ അനക്ക് നബിലാമ്മ ഡ്രസ്സ് തന്നപ്പോൾ അനക്ക് നമ്മൾ തന്ന ഡ്രസ്സൊന്നും പറ്റില്ല അല്ലേ? ആ ഞാൻ പോകുമ്പോഴാണ് ഏത്? അപ്പോൾ ഇത് അവിടെ യൂണിഫോമിന് നമ്മൾ മീഷോന്ന് വാങ്ങിച്ച 2 ടോപ്പാണ് കേട്ടോ ഗൈസ്. അതാ അല്ല അപ്പോൾ ഈ ട്രെയിനിൽ പോകുമ്പോൾ കോഡ് സെറ്റ് ഇടുന്നത് ഇത് ഞാൻ അവിടെ പോകുമ്പോൾ ആ സാധനം അവിടെ നിന്ന് വരുമ്പോൾ. ഓക്കെ, എന്നാൽ വേഗം പാക്ക് ചെയ്തോട്. പിന്നെ പാക്ക് ചെയ്യാനുള്ള ബാഗ് നമ്മൾ കഴിഞ്ഞ കൊച്ചി യാത്രക്ക് തന്നെ വാങ്ങിച്ച കാരണം കൊണ്ട് സത്യം പറഞ്ഞ എന്റെ വിഷന്റെ ബാഗ് എടുത്താൽ മതി 4 കുപ്പായം വെക്കാനുള്ളൂ വിചാരിച്ചതാണ്. പക്ഷെ ഈ ബാഗ് ആവശ്യമാണ്. അത് നമ്മൾ വച്ച് വരുമ്പോൾ എല്ലാം ആവശ്യം ഉണ്ടാവും. കാരണം എനിക്ക് പുതപ്പും ബെഡ്ഷീറ്റില്ല നടക്കൂല, അത്യാവശ്യമാണ്. പിന്നെ ഞാൻ ഇടുന്നൊരു ഷൂ ഉണ്ട്, ഒരു ചെരുപ്പ് വെക്കണം, ഒരു ഷൂ വെക്കണം. എന്തിന്? ഒരു ഷൂ, സ്കൂൾ ഷൂ, കോളേജിക്ക് പോണ ഷൂ. ഇവിടുന്ന് പോകുമ്പോ ഷൂട്ട് പോകുന്നു, കോളേജ് ഷൂ പാക്ക് ചെയ്താ പോരെ? അവിടെ കൂടെ ഇറങ്ങുന്ന സമയത്ത് ചെരുപ്പിടണ്ടേ? ഷൂ ഇട്ടാ പോരെ? ചെരുപ്പിട്ട് പോണെന്ന് ആലോചിക്കുന്നത്. എന്തിനൊക്കെ കാട്ട് 10,000 സാധനങ്ങളൊന്നും പാക്ക് ചെയ്യണ്ട, നീ തന്നെ താങ്ങി നടക്കണ്ടേ? നീ തന്നെ താങ്ങണ്ടേ, ആരും വരില്ല താങ്ങാന്. അങ്ങനെ നമ്മളെ ഇന്നിമോള് പോണ പ്രമാണിച്ച് നമ്മളിന്ന് കുക്കിംഗ് ഒന്നും നടന്നിട്ടില്ല. നമ്മളിന്ന് ചില്ലീസിൽ ഒരു ബിരിയാണി വാങ്ങിച്ചിരിക്കണം കേട്ടോ. ഈ ബിരിയാണി കഴിക്കുന്നു, ഇന്നിമോള് പോകുന്നു, ഞാൻ എൻ്റെ സായിക്കുട്ടിയും കൂടി ഇവിടെ അടിച്ചു പൊളിക്കുന്നു. ഞങ്ങൾ വേറെ എൻജോയ്മെൻറ്റ്, ഓൾ വേറെ എൻജോയ്മെൻറ്റ്. അപ്പോൾ ഇതിൽ കുറേ സംഭവങ്ങൾ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് നമ്മൾ കണ്ടെത്തിട്ട് വേണം. അപ്പോൾ ബിരിയാണി വേണ്ടല്ലോ, ഇതാകെ മഴ നനഞ്ഞിട്ട് നമ്മൾ സേഫായിട്ടല്ല അത് പോകുന്നത്. ഇതിപ്പോൾ എന്തൊക്കെ മഴവെള്ളം കഴിക്കണം. അപ്പോൾ സായിക്കുട്ടിക്ക് ബിരിയാണി വേണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനും ഇന്നോടും കൂടി ബിരിയാണി കഴിക്കുന്നത് സായിക്കുട്ടി ഇങ്ങനെ നോക്കിയിരിക്കും അല്ലേ? അല്ലേ, എന്താണ് അതിൻ്റെ അഭിപ്രായം പറയേ? എന്താ അഭിപ്രായം? അഭിപ്രായം പറയും. വേണോ ബിരിയാണി? വേണോ? വേണമെന്നുണ്ടെങ്കിൽ പിന്നെ വലിയ വലിയ വർത്തമാനങ്ങളൊന്നും പറയരുത്. എന്താ മോന്താ? ഞാൻ പറഞ്ഞില്ലേ രാവിലെ കറണ്ട് ഉണ്ടായിരുന്നില്ല എന്ന്. കറണ്ട് ഇല്ലാത്ത കാരണം കൊണ്ട് വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 12 മണിക്കൊക്കെയാണ് കറണ്ടൊക്കെ വന്നത്. അപ്പോൾ പിന്നെ ഫുഡ് ഉണ്ടാക്കാനൊന്നും കറക്റ്റായിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ബിരിയാണി ഓർഡർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ ഇന്നുമോൾക്ക് 3:50 ട്രെയിന്. അപ്പോൾ അങ്ങാടിപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓട്ടോ വിളിച്ച് വരുത്തി. അപ്പോൾ ഓട്ടോക്കാരർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ട് ഒരു 500 രൂപ പോക്കറ്റ് മണി കൊടുത്തിട്ടാണ് ആളെ പറഞ്ഞേക്കുന്നത് കേട്ടോ. പോക്കറ്റ് മണി കൊടുത്തിട്ട് ബാക്കി പിന്നെ അവിടെ പോയിട്ട് റൂമിൻ്റെ റെൻറ്റ് അത് ഇത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇവിടെ തന്നെ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കലാണ്. അങ്ങനെ നമ്മുടെ ഇന്നുമോൾ പോയിട്ടുണ്ട് കേട്ടോ. രാവിലെ ഇന്നുമോൾ പോകുന്ന തിരക്കിലായ കാരണം കൊണ്ട് ഇന്ന് അടിച്ചു വാരാൻ തുടക്കലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം നമ്മുടെ ടുട്ടുമോളൊന്ന് വൃത്തിയാക്കണ കാര്യം നമുക്കിന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എൻ്റെ അടുത്ത് ഒരുപാട് പ്രേക്ഷകർ ഇപ്പോഴും ചോദിക്കാറുണ്ട് ടുട്ടുമോളെ കൊണ്ട് വൃത്തിയാവോ, അടിച്ചു വാരിയിട്ടുണ്ടെങ്കിൽ തുടച്ച വൃത്തിയാവോ എന്നുള്ളതൊക്കെ. ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ തുടക്കുന്നത് നമുക്ക് ചിലപ്പോൾ ഈ തുടക്കുന്ന ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. കാരണം കുറേ നേരം പിടിക്കും തുടക്കൽ. നമ്മൾ തുടപ്പുകൊണ്ട് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ കുനിയാനും നിവരാനും വയ്ക്കാത്ത ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായ യന്ത്രമായിരിക്കും കേട്ടോ. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഇത് വാക്യൂം ക്ലീനർ പോലെ പ്രവർത്തിക്കും. അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു പൊടികൾ പോലും ഇത് പിടിച്ചെടുക്കും. അത് കാരണം കൊണ്ട് തറ നല്ല തുടച്ച പോലെ വൃത്തിയാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. നമുക്ക് ഈ ബാക്ക് പെയിൻ അതൊക്കെ ഉണ്ടായിട്ട് നമുക്ക് അടിച്ചു വാരാനൊക്കെ വയ്ക്കാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്കിത് ഭയങ്കര യൂസ്ഫുള്ളായൊരു സാധനമായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞാൻ അഗാറിൻ്റെ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. ഇത് നമ്മൾ പരസ്യം ആണ് പറയുന്നത് എന്നുണ്ടെങ്കിലും ഇത് എനിക്ക് പൈസ തന്നിട്ട് പറഞ്ഞ പരസ്യമല്ല കേട്ടോ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ പറയുന്നൊരു കാര്യമാണ്. ഇത് ക്ലീൻ ചെയ്യാനും നല്ല സുഖമാണ്. പിന്നെ നമ്മൾ ഫോണിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ വീട് നല്ല വൃത്തിയാക്കി തരും, നല്ല വൃത്തിയാക്കി തരും. ഞാൻ തുടക്കാറില്ല, ഞാൻ അടിച്ചു വരാറ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ വലിയ വലിയ കച്ചറകളൊക്കെ നമ്മളിതാ ഇതുപോലെ തന്നെ പെറുക്കിയെടുക്കും. നിലത്ത് വലിയ വലിയ പേപ്പറോ തുണി കഷ്ണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ നമ്മൾ ടുട്ടുമോൾ ക്ലിയർ ആക്കി തരും വീട്. ഇനി നമുക്ക് പിറ്റേ ദിവസം രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം കേട്ടോ. രാവിലെ നമ്മൾക്ക് മഷ്റൂം കറിയും ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇന്നലെ നമുക്കൊരു പയ്യന് ഇവിടെ വീട്ടിലേക്ക് വന്നിട്ട് മഷ്റൂം വിറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മഷ്റൂം വാങ്ങിച്ചു. നമ്മൾ കുറേ കാലമായിട്ട് കൂണ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് വീട്ടിലുണ്ടാക്കുന്ന തരം ഇങ്ങനെ ഉണ്ടാക്കുന്ന തരം കൂണുണ്ടാവില്ലേ. അപ്പോൾ നമുക്ക് കുറേ വൃത്തിയാക്കാനൊന്നുമില്ല. എന്നാലും ഇതെങ്ങനെ വൃത്തിയാക്കാൻ അറിയാഞ്ഞിട്ട് ഞാൻ എൻ്റെ ജാസ്മിൻകുട്ടിക്കും നെജിക്കും കുറേ വിളിച്ച് നോക്കിയപ്പോൾ അവർ ഫോണൊക്കെ ബിസി ആയിരുന്നു. അപ്പോൾ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഇത്തരം കൂണുകൾ അങ്ങനെ വൃത്തിയാക്കാൻ വലിയ ആവശ്യമൊന്നുമില്ല, നമ്മൾ ഉപ്പിലിട്ട വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ ഓക്കെ, അങ്ങനെ ഉപ്പിലിട്ട വെള്ളത്തിൽ നമ്മൾ മഷ്റൂമൊക്കെ നല്ല വണ്ണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഉണ്ടാക്കാനുള്ള റെസിപ്പി ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ഷമീസ് കിച്ചൻ്റെ ആണെന്ന് തോന്നുന്നു. അവർ മഷ്റൂം കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് നമ്മൾ മഷ്റൂം കറി ഉണ്ടാക്കിയത്. ഞാൻ സായിക്കുട്ടിനെ പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുമ്പോഴായിട്ട് കഴിച്ചതാണ് മഷ്റൂം കേട്ടോ. അത് നമ്മൾ വീട്ടിൽ കിട്ടുന്ന മഷ്റൂം ആകുമ്പോൾ നമ്മൾ
കുറച്ചല്ലേ നമുക്ക് കിട്ടുള്ളൂ. ഇത് നമുക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ള മഷ്റൂം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ടും മഷ്റൂം വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഡേറ്റ് കഴിഞ്ഞിട്ട് കേട് വന്നു പോയി. കാരണം അത് ഉണ്ടാക്കാൻ ഞാൻ മറന്നുപോയി. അതാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ അത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ബട്ടറും ഒരു ഏലക്കായും ഇട്ടിട്ടുണ്ട് കേട്ടോ. ബട്ടർ ഞാൻ എൻ്റെ വക ഇട്ടതാണ്. അത് ഷമീസ് പറഞ്ഞതൊന്നുമല്ല. കാരണം എനിക്ക് ബട്ടറിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളങ്ങനെ സാധാരണ ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ ഉള്ളിയും സവാളയൊക്കെ വഴറ്റി അതിലേക്ക് ഇഞ്ചി ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ട് നമ്മൾ മഷ്റൂം മാത്രം ചേർത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതിയാവും. മഷ്റൂമിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ മഷ്റൂമിൻ്റെ വരട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ സായിക്കുട്ടി ആണ് നമ്മളിന്ന് കിച്ചണിൽ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. നമുക്കിന്ന് ഇന്നുമോളില്ലല്ലോ. അപ്പോൾ നമ്മളെ സായിക്കുട്ടിയാണ് നമ്മളിന്ന് കിച്ചണിൽ ചപ്പാത്തി ചുടാൻ വേണ്ടി ഹെൽപ്പാക്കുന്നത്. എനിക്കാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തി പരത്തുമ്പോൾ ഒരാൾ ചുടാൻ വേണം. എനിക്ക് പത്തിരിൻ്റെ ജാസ്മിൻകുട്ടി നെജിയൊക്കെ പത്തിരി ഇവിടെ പരത്തും അവിടെ ചുടും ഇവിടെ പരത്തും. അതിൻ്റെ ഉമ്മച്ചി അങ്ങനെ ചെയ്യും. പക്ഷേ എന്നെക്കൊണ്ടത് പറ്റില്ല. എനിക്ക് ഒരാൾ വേണം. അപ്പോൾ സായിക്കുട്ടി പറഞ്ഞു, സായിക്കുട്ടിയെ പോരെ നമുക്ക് ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ അവന് പറഞ്ഞു, അയ്യോ എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ തന്നെ പഠിക്കണം, ഇങ്ങോട്ട് വായോ മമ്മ നല്ലോണം പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ സായിക്കുട്ടിയും കൂടി ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ്. പഠിച്ചോനെ ഈ വീഡിയോൻ്റെ അടിയിലും ഇനി കുറേ കമൻറ്റ് ഉണ്ടാവും, ആ ചെറിയ കുട്ടിയെ കൊണ്ട് ഇത്ര ജോലി ചെയ്യിപ്പിക്കണോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അവന് 11 വയസ്സായിട്ടുണ്ട്. അവൻ്റെ കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് അറിയാവുന്നിടത്തോളം വീട്ടിൽ ഉമ്മാനെ സഹായിക്കുന്ന കുട്ടി അവനവൻ്റെ ഭാര്യനെ സഹായിക്കും എന്നുള്ളതാണ്. ഞാൻ ശരിക്കും അവന് ഏതോ ഒരു വീട്ടിൽ വളർന്ന പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഭർത്താവായിട്ടിരിക്കാനും കൂടിയുള്ള ട്രെയിനിങ് ആണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എൻ്റെ ട്രെയിനിങ്ങൊക്കെ വിജയം കാണട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എൻ്റെ സായിക്കുട്ടി ചുട്ട ചപ്പാത്തി ഞാനുണ്ടാക്കിയ മഷ്റൂം കറി നല്ല കട്ടൻ ചായയും കൂട്ടിയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുള്ള വിശേഷങ്ങൾ കാണാം. നമ്മളങ്ങനെ ജോലിയൊക്കെ ഏകദേശം ഒരുക്കി കഴിഞ്ഞപ്പോഴാണ് ഷൈജാത്ത നമ്മളെ മസാലയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അവിടെ ഷൈജാത്ത ഈ ഫുഡ് കഴിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രീ ആണെങ്കിൽ വായോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഞാനും സായിക്കുട്ടി മാത്രമേ ഉള്ളൂ, എൻ്റെ മോളില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഒന്ന് ഉച്ചക്കുള്ള ഫുഡ് ഇന്ന് മസാലയിൽ നിന്ന് ആക്കാൻ വിചാരിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലോ ചുരിദാറ്. മനസ്സിലാവേണ്ടത് സുലാമി പോയേക്കാ ചെല നെഗ്ലാമാന്റെ പോലെ കായ് വന്നിട്ടാണ് സുലാമി. ഞാൻ കഷ്ടപ്പെട്ട് നെഗ്ലാമാന്റെ ലുക്ക് ക്രിയേറ്റ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഇന്നെ പറ്റിയതാണ്. കൊറേ ആളുകൾ അവളെ കാണാൻ വേണ്ടി വന്നിരുന്നല്ലോ. സബ്സ്ക്രൈബേഴ്സ് വരുമല്ലോ, പെട്ടെന്ന് സബ്സ്ക്രൈബർ പ്രത്യേകിച്ച് നല്ല ഭംഗിയുള്ള മുടികെട്ടൊക്കെ രീതിയൊക്കെ പോയിട്ട് നിങ്ങൾ ബോറടിച്ചിരിക്കുന്നു അതോ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു? കുറച്ച് കഴിഞ്ഞാൽ വന്നോളൂ. അത് ആദ്യത്തെ ഒരു ഷോ ആണ്. ഷൈജാത്തി അളിയനും കൂടിയിട്ടേ കുട്ടിനെ ഇവിടെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി വന്നപ്പോഴേ ഷൈജാത്താൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, യാമിക്കുട്ടിനെ ബൂബു ചെറുതായിട്ടൊന്ന് മാന്തി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ സൂചി കുത്താൻ വേണ്ടിയിട്ട് വന്നപ്പോൾ അവർ പെരുന്തമണ്ണക്ക് വന്നപ്പോൾ എന്നെ മസാലയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചിരുന്നതായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങോട്ട് വന്നത് കുറച്ച് വൈകിട്ടാണ് എത്തിയത്. അപ്പോൾ ഞാൻ അവിടുന്ന് വരുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു എനിക്ക് ഫ്രൈഡ് റൈസ് ചിക്കൻ ചില്ലി മതിയെന്ന്. അപ്പോൾ സായിക്കുട്ടിയും പറഞ്ഞു ഫ്രൈഡ് റൈസും ചിക്കൻ ചില്ലിയും മതിയെന്ന്. ഞാൻ എപ്പോൾ ഹോട്ടലിൽ പോയാലും ഫ്രൈഡ് റൈസും ചിക്കൻ ചില്ലിയും കഴിക്കാം കേട്ടോ. യാമിക്കുട്ടിക്കാണെങ്കിൽ ഒടുക്കത്തെ ജാട, ഓൾ എന്നെ കണ്ടിട്ട് തീരെ തിരിച്ചറിയുന്നില്ല, വരുന്നുമില്ല. പിന്നെ ഞാൻ പിടിച്ച് വലിച്ചിട്ട് കൊണ്ടുപോയ ആൾ പിന്നെ കുറേയൊക്കെ ഒന്ന് ശരിയാവും കേട്ടോ. അങ്ങനെ ഓളെ കണ്ടിട്ട് നമ്മൾ എടുക്കാതെ പോണത് എങ്ങനെയാണ്? ഓളാണെങ്കിൽ എങ്ങനെ നോക്കിയിട്ട് വരില്ല പെണ്ണ്. എന്നിട്ട് അവസാനം സെറ്റാക്കി ഞാൻ യാമിക്കുട്ടി നോക്കിക്ക് ഞാനും സായിക്കുട്ടി ഓർഡർ ചെയ്തിരുന്ന ഫ്രൈഡ് റൈസ് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം ഞങ്ങളത് പാർസലാക്കിയിട്ട് എടുത്തു. ഇനി വീട്ടിൽ പോയിട്ട് സമാധാനമായിട്ട് കഴിക്കാമല്ലോ. പിന്നെ ആളെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ട, വീട്ടിലേക്കൊന്നും കൊണ്ടാക്കി തരണ്ട, എന്നെ പരാഗിൽ ഇറക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഹജ്ജ് പെരുന്നാളല്ലേ, ഒരു ഡ്രസ്സിൻ്റെ മെറ്റീരിയലൊക്കെ ഒന്ന് വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കാറിൽ കയറിയിട്ട് പോവുകയാണ്. എങ്ങനെ
ഞാൻ കേട്ടി എങ്ങോട്ട് ഓക്കെ കണ്ണുടക്കണില്ല. ആ ഓക്കെ ശരി. അങ്ങനെ അളിയനും ശൈത്യത്തിയും പോയി. ഞാനും എൻ്റെ സായിക്കുട്ടിയും കൂടി പരാതിയിലേക്ക് വന്നു. സായിക്കുട്ടി പിന്നെ അവിടെ ഒരു ഭാഗത്ത് കയറി ഇരിപ്പായിട്ടോ. ഞാനാണെങ്കിൽ പിന്നെ മെറ്റീരിയൽ കണ്ടപ്പോൾ നാഗവല്ലിൻ്റെ പോലെ അത് തിരഞ്ഞിട്ടും ഇത് തിരഞ്ഞിട്ടും അങ്ങനെ പാഞ്ഞ് നടന്ന് ഒരുവിധം മെറ്റീരിയലൊക്കെ സെറ്റാക്കി നമ്മളങ്ങനെ ഇനി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്ത വിശേഷവുമായിട്ട് ഞാൻ ഉടനെ വരാം. അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.